തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ കുട്ടികളെത്തിയിരിക്കുന്നു. യുദ്ധമുഖത്തു നിന്നും രക്ഷപ്പെട്ട് കുട്ടികളെത്തിയതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. യുക്രൈനിൽ നിന്നും വിദ്യാർത്ഥികൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. മറ്റ് ഡൽഹിയിലൊക്കെ എത്തി അവിടെ നിന്നും വിമാനത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വിദ്യാർത്ഥികൾ എത്തിയിരിക്കുന്നത്. രക്ഷിതാക്കൾ മാതാപിതാക്കളൊക്കെ കുട്ടികളെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. വിദ്യാർത്ഥികൾ അവരുടെ അനുഭവം ഇപ്പോൾ മാധ്യമങ്ങളോട് പറയും. എത്ര ബുദ്ധിമുട്ടിയാണ്, എത്ര സങ്കടം അനുഭവിച്ചാണ് എത്തിയത് എന്ന് വിദ്യാർത്ഥികൾ ഏതായാലും സംസാരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ വാക്കുകൾ കേൾക്കാം. വന്നുകൊണ്ട് ഇപ്പോൾ സമാധാനമായിട്ട് നാട്ടിലെത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇന്ത്യൻ ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനൊക്കെ വളരെ നന്ദിയുണ്ട്. ഞങ്ങളെ സൗജന്യമായിട്ട് തന്നെ നാട്ടിലെത്തിക്കാൻ അവർ സഹായിച്ചു. പിന്നെ ഇനി ഏകമുള്ളൊരു അപേക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ഒത്തിരി ഫ്രണ്ട്സ് കീവിലും ഖാർക്കീവിലൊക്കെ ആയിട്ട് ഒത്തിരി പേര് അവിടെ അകപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ ആ കുട്ടികളെയും കൂടെ എത്രയും വേഗം ഗവൺമെൻറ് ഇവാക്യുവേറ്റ് ചെയ്ത് നാട്ടിലെത്തിക്കണം എന്നാണ് ഒരു അപേക്ഷയുള്ളത്. കാരണം അവിടുത്തെ സ്ഥിതി വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള കുട്ടികളെയും കൂടെ എത്രയും വേഗം നാട്ടിലോട്ട് എത്തിക്കണം എന്നാണ് ഗവൺമെൻറ്റിനോടൊരു അപേക്ഷയുള്ളത്. ബോർഡർ അത് നമ്മൾ തന്നെ കടക്കണം, എന്നിട്ട് മാത്രമേ എംബസി അതിന് ഹെൽപ്പ് ചെയ്യുള്ളൂ. നമ്മൾ സ്വയമായിട്ട് ബോർഡർ കടന്നാലേ പറ്റൂ. എന്നിട്ട് ബോർഡർ കടന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ എംബസി വന്നിട്ട് നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. ഇല്ല, ഞങ്ങളുടെ ബാച്ചിന് കുഴപ്പമില്ലായിരുന്നു. അവർ ഫുഡെല്ലാം അറേഞ്ച് ചെയ്ത് തന്നു. ഞങ്ങൾ ക്യാരി ചെയ്ത ഫുഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് വന്ന കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി എന്നറിഞ്ഞു. റൊമാനിയ വഴി വന്നവർക്കൊക്കെ ഞങ്ങൾ ഹംഗറി വഴിയാണ് കടന്നത്, ബോർഡർ കടന്ന്. അനുഷ ഞാൻ വേറെ യൂണിവേഴ്സിറ്റിയാണ്, ഉസ്ഗറോദ് നാഷണൽ യൂണിവേഴ്സിറ്റി. ഉസ്ഗറോദ് എന്ന് പറയുന്നത് ഞങ്ങളെന്ന് വെച്ചാൽ ബോർഡറിലായിരുന്നു, ഹംഗറിയുടെ അടുത്തായിട്ട് തന്നെയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായില്ലായിരുന്നു. പക്ഷേ ഞങ്ങളിപ്പം രക്ഷപ്പെട്ടു, ഞങ്ങളിപ്പോൾ സേഫാണ്. പക്ഷേ അതിലും വിഷമം പറയാമെന്ന് വെച്ചാൽ കുറേ കുട്ടികൾ ഇപ്പോഴും അവിടെ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. ആഹാരമില്ല, വെള്ളമില്ല, ഒന്നുമില്ല. അങ്ങനെ വളരെ പരിതാപകരമായ അവസ്ഥയാണ് അവിടെ. ഏത് സമയം എന്തും സംഭവിക്കാം എന്നുള്ള രീതിയിലാണ് അവരിയ്ക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അവരെയും ഞങ്ങളെ സേഫാക്കിയതുപോലെ ആക്കും എന്നുള്ളൊരു പ്രതീക്ഷ, ആ പ്രാർത്ഥന ഞങ്ങൾക്കുണ്ട്. അതേ ഇനി ചെയ്യാൻ പറ്റൂ, നമുക്കിവിടെ ഇരുന്നുണ്ട്. പിന്നെ ഞങ്ങളെ ഇത്രയും വേഗം ഇതെല്ലാം ചെയ്ത് നാട്ടിലെത്തിച്ച ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി സർ, എംബസി പ്രവർത്തകർ, എസ്പെഷ്യലി ഹംഗറി എംബസി ആൻഡ് യുക്രൈൻ എംബസി, പിന്നെ എയർപോർട്ട് അധികൃതർ, അവരൊക്കെ നന്നായിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഞങ്ങളെ കെയർ ചെയ്തു. ഫുഡായാലും എന്തായാലും ഞങ്ങൾക്ക് നൽകി. എല്ലാം സേഫായിട്ട് ഞങ്ങളെ ഇവിടെ എത്തിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. അതിനൊപ്പം പ്രാർത്ഥനയുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി. എൻ്റെ പേര് ഗോപിക. കുട്ടികൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയിരിക്കുകയാണ്. വലിയ സന്തോഷമുണ്ട്. പക്ഷേ യുക്രൈൻ്റെ പടിഞ്ഞാറൻ ഭാഗത്തു നിന്നുമുള്ള കുട്ടികളാണ് ഈ എത്തിയിരിക്കുന്നത്.